ഇത് വൈകുന്നേരം 4:30 മണിയല്ല കേട്ടോ, വെളുപ്പിന് 4:30 മണിയാണ്. ഈ 4:30 മണിക്ക് എനിക്ക് എന്താ പരിപാടി എന്നറിയോ? കൈ കണ്ടാൽ അറിയില്ലേ മെഹന്തി ഇടാൻ വന്നതാണെന്നുള്ളത്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ വീണ്ടും സ്റ്റെൻസിൽ വാങ്ങിച്ചിട്ടുണ്ട്. സ്റ്റെൻസിൽ വാങ്ങിച്ചിട്ടാണ് ഞാൻ മൈലാഞ്ചി ഇടുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന ഡിസൈൻസ് ആട്ടെ സ്റ്റെൻസിലുള്ളത്. അപ്പൊ ഞാനിത് ഇളക്കിയിട്ട് ഒട്ടിക്കാൻ നോക്കാൻ കേട്ടോ, കാരണം ഇത് ഇളക്കി കയ്യിൽ ഒട്ടിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് മെഹന്തി ഇടാൻ പറ്റത്തുള്ളൂ. അപ്പൊ നല്ല ഡിസൈൻ വരത്തുള്ളൂ. അപ്പൊ ഞാൻ ഓൾറെഡി ഇത് ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ടല്ലോ, ഇതെങ്കിലും കണ്ടിട്ടുണ്ട്. എന്നിട്ടാണ് ഈ എക്സ്പീരിയൻസ് കുറവ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ ഞാനിന്ന് വരച്ചൂരി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഒട്ടിച്ചപ്പോൾ ഏകദേശം വശപ്പശൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മൊത്തം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മെഹന്തി എടുത്തിട്ട് അതിന്റെ മുകളിൽ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിനകത്ത് മാത്രം ഫില്ല് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പൊ എനിക്ക് ഏറ്റവും ഈസി എടുത്തൊന്ന് ഈ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതാണ്. പിന്നെ മുകളിൽ കാക്കറ പൂക്കറ ഞാൻ വരച്ചു കൊടുത്തിട്ട് മൊത്തം സെറ്റാക്കി കൊടുത്തു. പിന്നെ ഇനിയുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നെയിലാണ് കേട്ടോ. നെയിൽ ഞാൻ നെയിൽ കോൺ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഇത് രണ്ടാമത്തെ ഇളക്കിയപ്പോൾ ആ ഒരു സംഭവമാണ് കേട്ടോ. ഭീകരത ഉണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ. രണ്ടാമത് എനിക്ക് കയ്യിൽ ഒട്ടിക്കാൻ വേണ്ടി ഭയങ്കര പാടായിരുന്നു. ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങും അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വെറുതെ ഞാൻ കൈകൊണ്ട് വീണ്ടും എന്റെ അതേ കലാവിരുതുകൾ ഞാൻ ഇവിടെ പ്രകടിപ്പിച്ചു തുടങ്ങി ഗൈസ്. എന്തെങ്കിലും കഴിവ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ മെഹന്തി ഇടുന്ന വീഡിയോ ഇവിടെ പോസ്റ്റ് ആക്കുന്നത്. പിന്നെ ഈ മെഹന്തി ഇത്രയും വെളുപ്പിന് ഇട്ടിട്ട് ഞാൻ ആ പിറന്ന ദിവസം എന്താ കാണിച്ചെന്നുള്ളതിന്റെ വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കുക. അപ്പോൾ കാണാത്ത ആൾക്കാരൊക്കെ ഒന്ന് കയറി കണ്ടാക്കണേ.